ഫ്രണ്ട്സ്, ഇത് വിയറ്റ്നാമിൽ സെയ്ഗൺ എന്നുള്ള സിറ്റിയിൽ ഉള്ള വാർ മ്യൂസിയമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കാണുന്നത് ടാങ്കുകൾ, അതെന്ന് വെച്ചാൽ ഇതിൽ അമേരിക്കക്കാർ വിയറ്റ്നാം വാറിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവർ തോക്കുകയും ചെയ്തു. അപ്പോൾ അവർ ഉപേക്ഷിച്ച് പോയ ടാങ്കുകൾ, ഹെലികോപ്റ്ററുകൾ, ജെറ്റ് പ്ലെയിൻസ്, ഇതൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിവർ വിയറ്റ്നാമികൾ പിന്നീട് അതൊരു മോണുമെൻ്റായിട്ട് അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു വാർ മ്യൂസിയമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. വാർ മ്യൂസിയം, റെമനൻസ് മ്യൂസിയം എന്നുണ്ട്. അതായത് അവശിഷ്ടങ്ങൾ, ഇവർ ഉപേക്ഷിച്ച് പോയ അവശിഷ്ടങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വാർ റെമനൻറ്റ് മ്യൂസിയം. വിയറ്റ്നാം വാർ നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1955 തുടങ്ങി 1975 വരെയാണ്. അപ്പോൾ ഇതിനെ സെക്കൻഡ് ഇൻഡോ ചൈന വാർ എന്ന് അറിയപ്പെടുന്നു. ഈ വാർ നടക്കുന്നവർ വിയറ്റ്നാം, നോർത്ത് വിയറ്റ്നാം, സൗത്ത് വിയറ്റ്നാം എന്നീ 2 കൺട്രീസ് ആയിരുന്നു. അപ്പോൾ ഈ നോർത്ത് വിയറ്റ്നാമിനെ ചൈന സപ്പോർട്ട് ചെയ്തു. അങ്ങനെ കുറേ നാൾ ഈ യുദ്ധം നടന്നു കഴിഞ്ഞപ്പം അമേരിക്ക കയറി ഇടപെട്ട് അവർ സൗത്ത് വിയറ്റ്നാമിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇത് നോർത്ത് വിയറ്റ്നാമാണ് ജയിച്ചത്. കാരണം വിയറ്റ്നാമികൾ തുരങ്കമൊക്കെ വെച്ചിട്ട് ടണലിൽ കൂടിയൊക്കെ അമേരിക്കക്കാരെ തോൽപ്പിക്കാൻ പറ്റി. അവർക്ക് 50,000-ഓളം അമേരിക്കക്കാർ മരിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവരിവിടെ ഉപേക്ഷിച്ച് പോയ ടാങ്ക്, ജെറ്റ് പ്ലെയിൻസ്, ഇതെല്ലാം ഇവിടെ ഈ വാർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ടാങ്കിൻ്റെ ഒക്കെ നമ്പർ കണ്ട് M41 ടാങ്ക് എന്നാണ് ഈ ടാങ്കിൻ്റെ പേര്. D7E ബുൾഡോസർ എന്നാട്ടോ ഇതിൻ്റെ പേര്. G7E ബുൾഡോസറാണ് ഇതിൻ്റെ പേര്. ഫ്ലെയിം ത്രോവർ എന്നാണ്. ഈ ടാങ്കിൻ്റെ പേര് കിങ് ഓഫ് ദി ബാറ്റിൽ ഫീൽഡ് എന്നാണ്. ഇതിന് പവർ കൂടുതലാണ്, അതുകൊണ്ടാണ് ആ ഒരു പേരിട്ടിരിക്കുന്നത് കേട്ടോ. വെച്ചിട്ടുണ്ട് US എയർഫോഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ജെറ്റ് ഫൈറ്ററാണ് കേട്ടോ. ജെറ്റ് ഫൈറ്ററാണ് ഇത്. ആൻറ്റി ടാങ്ക് മിസൈൽസ് ആണ് കേട്ടോ. US ഉപയോഗിച്ചിരുന്നതാണ്. അതായത് ടാങ്കിൽ നിന്ന് വരുന്നതിന് എതിരായിട്ട് ഉപയോഗിക്കുന്ന മിസൈൽസാണെന്നാണ് മനസ്സിലാക്കുന്നത്. അമേരിക്ക സോൾജിയേഴ്സ് ഉപയോഗിച്ചിരുന്ന ഗ്യാസ് മാസ്കുകളാണ് കേട്ടോ. ഉപയോഗിച്ചിരുന്ന ഷെല്ലുകൾ, ബുള്ളറ്റുകൾ. ഷെല്ലുകളാണ് കേട്ടോ, ഷെല്ലുകൾ. ഇത് ഗ്രനേഡ് ലോഞ്ചറാണ് കേട്ടോ. ബെൽജിയത്തിലുണ്ടാക്കിയ ഓട്ടോമാറ്റിക് റൈഫിളാണ്. മെഷീൻ ഗണ്ണാണ് കേട്ടോ. ഇത് ലൈറ്റ് മെഷീൻ ഗണ്ണാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ റൈഫിൾ, മെഷീൻ ഗൺ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാം ഒരു വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. ഈ അമേരിക്കക്കാർ തോറ്റു കഴിഞ്ഞപ്പോൾ അവരിവിടെ ഉപേക്ഷിച്ച് പോയ കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത് റോക്കറ്റ് ലോഞ്ചറാണ് കേട്ടോ. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് 3.5 ഇഞ്ച് റോക്കറ്റ് ലോഞ്ചർ, അത്രയും സൈസുള്ളത്. US എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രൊഡ്യൂസ്ഡ് ബൈ US-കാരുടെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൽ ധാരാളം ഫോട്ടോസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവരുടെ ഫോട്ടോസാണ് ഇതൊക്കെ. വാറിൻ്റെ സമയത്ത് ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു കെമിക്കൽ സ്പ്രേ ചെയ്ത്, അതായത് ഓറഞ്ച് ഡയോക്സിൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി പേർക്ക് അസുഖങ്ങൾ വന്ന്, ഈ ബർത്തിലൊക്കെ ഡിഫക്റ്റ് വന്നു. അപ്പോൾ ഇങ്ങനെ ജനിച്ചൊരു സയാമീസ് ഇരട്ടകളുടെ പടമാണ് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. വിയറ്റ്നാമീസ് കൂടുതലും അവരുടെ പോപ്പുലേഷനിൽ പകുതി ആളുകൾക്ക് സ്വന്തമായി 2 വീലറുണ്ട്. നമ്മുടെ നാട് പോലെ തന്നെയാണ്. പിന്നെ ഇവർ വേൾഡ് ജനസംഖ്യയിൽ 13ാമത്തെ സ്ഥാനമാണ് ഇപ്പോൾ ഈ വിയറ്റ്നാമിനുള്ളത്. ഈ ഫസ്റ്റ് ഇൻഡോ ചൈന വാർ നടന്നത് ഫ്രഞ്ചുകാരെ ഓടിക്കാനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഇൻഡോ ചൈന കൺട്രീസ് എന്ന് പറയുന്നത് കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം, ഈ 3 രാജ്യങ്ങളെയാണ് ഇൻഡോ ചൈന കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കൺട്രീസിൽ അവർക്ക് ഈ നുഴഞ്ഞേറ്റം ഉണ്ടായിരുന്നു. സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോൾ ഇവർ ജപ്പാൻകാർ ഇവിടെ അവരുടെ മിലിറ്ററി ഫോഴ്സസും കാര്യങ്ങളും ഇവിടെ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ട് ഈ വിയറ്റ്നാം ഉപയോഗിച്ചിരുന്നു കുറച്ച് നാൾ.
വിയറ്റ്നാമീസ് അപ്പോൾ എത്രത്തോളം അവരുടെ അതിജീവനത്തിൻ്റെ റേറ്റ് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ യുദ്ധം ചെയ്താണ് ഇവരെ സർവൈവ് ചെയ്ത് ഇന്ന് ഇവർ സ്വതന്ത്ര രാഷ്ട്രമായി മാറി. അതുപോലെ ഈ യുദ്ധത്തിന് ശേഷം ഈ നോർത്ത് വിയറ്റ്നാമും സൗത്ത് വിയറ്റ്നാമും യുണൈറ്റഡ് ആയി കേട്ടോ. ഇപ്പോൾ വിയറ്റ്നാം എന്ന് മാത്രമേ ഉള്ളൂ. ആ ടണൽസാണ് കേട്ടോ. ഈ ടണലാണ് ആൾക്കാർ ടൂറിസ്റ്റുകൾ വന്ന് ട്രൈ ചെയ്യുകയാണ്. ഒരാൾക്ക് കഷ്ടിച്ചിറങ്ങിപ്പോകാനുള്ള സ്ഥലമുള്ളൂ. അപ്പം ആളുകൾ വന്നിട്ട് അപ്പോൾ ഇങ്ങന്നിട്ട് എല്ലാം മൂടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് അറിയില്ല എന്നുവെച്ചാൽ ഈ അമേരിക്കക്കാർ വരുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിനടിയിൽ കൂടി ധാരാളം ടണലുകളാണുള്ളത്. അപ്പോൾ ഈ ടണലിൽ ഒളിച്ചിരുന്നുകൊണ്ടാണ് അവർക്ക് അമേരിക്കക്കാരെ ഓടിക്കാൻ പറ്റില്ല. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ട്രക്ചർ ഉണ്ട്, ഇതൊരു ബങ്കറാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ബങ്കറാണ്. അപ്പം ഇതിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്, ചെറിയ ഹോൾസാണുള്ളത്. ഇതുപോലെ അവിടെ ഇവിടെ ചെറിയ ഹോൾസാണ് അപ്പം അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഇതിനകത്ത് വിയറ്റ്നാമികൾ ഇരുന്നിട്ട് പിസ്റ്റൾ വെച്ചിട്ട് ഇതിലൂടെ അമേരിക്കക്കാർ പോകുമ്പോൾ അവരെ വെടിവെച്ച് തോക്കൊണ്ട് വീഴ്ത്താനാണ് അവരിത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വിയറ്റ്നാം എന്നുള്ള കൺട്രി ഇന്ത്യ വെച്ചിട്ട് നോക്കുമ്പോൾ ഏരിയ വൈസ് ഇന്ത്യയുടെ 1/3 അതുപോലെ തന്നെ എക്കോണമി സാമ്പത്തികവും ഇന്ത്യയുടെ 1/3. പക്ഷേ ജി ഡി പി റേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുക. അതായത് ഒരു പ്രത്യേക കാലയളവിൽ ആ രാജ്യം അതിൻ്റെ പ്രൊഡക്ഷൻ കൊണ്ടും സർവീസ് കൊണ്ടും നേടുന്ന ഗ്രോത്താണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ രാജ്യത്തിൻ്റെ റാങ്കിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റാങ്കിങ് നോക്കുമ്പോൾ വിയറ്റ്നാം ലേറ്റസ്റ്റ് റാങ്കിങ് അനുസരിച്ച് വിയറ്റ്നാമാണ് ഇന്ത്യയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത്.